ഹലോ നമസ്കാരം, വെൽക്കം ടു എ DIY ഡേ. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ടേബിൾ ടോപ്പ് ഡെക്കറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൾട്ടിവുഡിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത്. ഇതിവിടെ ഒരു വേസ്റ്റ് പീസ് ഉണ്ടായിരുന്നതാണ്, അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം നല്ലവണ്ണം തുടച്ച് വൃത്തിയാക്കണം. അതിനുശേഷം ഞാനിതവിടെ സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് വൈറ്റ് ആക്രിലിക് കളർ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു കോട്ട് അടിച്ചു കൊടുത്താൽ മതി. നമ്മളെപ്പോഴും വൈറ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് അടിക്കുന്ന കളർ നന്നായിട്ട് എടുത്ത് കാണിക്കും. ഇനി ഞാനിവിടെ ഡിസൈൻ വരച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ പെർമനൻറ്റ് ബ്ലാക്ക് മാർക്കർ യൂസ് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് കാർബൺ പേപ്പർ യൂസ് ചെയ്തിട്ട് വരച്ചാലും മതി. ഇവിടെ ബ്ലാക്ക് ഡിസൈൻ തന്നെ ആയതിനെക്കൊണ്ടാണ് ഞാൻ ബ്ലാക്ക് മാർക്കർ യൂസ് ചെയ്തത്. ഇപ്പോൾ ഇവിടെ ഫ്ലവർ ഡിസൈൻ മൊത്തം ഞാൻ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിന് കളർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗോൾഡൻ യെല്ലോ ആണ് യൂസ് ചെയ്യുന്നത്. ഗോൾഡൻ യെല്ലോ യൂസ് ചെയ്തിട്ട് നമുക്ക് ഫ്ലവേഴ്സ് ഒഴികെ ബാക്കി ഭാഗമൊക്കെ ചെയ്ത് കൊടുക്കാം. ലൈറ്റ് ബ്ലൂ യൂസ് ചെയ്തിട്ട് ഞാൻ ഫ്ലവേഴ്സിന് പെയിൻറ്റ് കൊടുക്കുകയാണ്. അതിന് പെറ്റൽസിൻ്റെ ഇടയിൽ ഞാൻ ലൈൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ലൈനും സ്കൈ ബ്ലൂ അടിക്കേണ്ട, 2 ഷെയ്ഡ് പോലെയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു ലൈനിന് ലൈറ്റ് ബ്ലൂ അടിച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ഫ്ലവറിൻ്റെ ഒരു ലെയർ ഞാൻ ലൈറ്റ് ബ്ലൂ യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ലൈറ്റ് ബ്ലൂവും സ്കൈ ബ്ലൂവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അടുത്ത ഷെയ്ഡ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കളറും ചെയ്യാം. ഞാൻ ചെറിയൊരു ഷെയ്ഡിങ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെ നമ്മളെ ഫ്ലവേഴ്സ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് സ്റ്റെംസ് വരച്ചു കൊടുക്കാം. അതും ഞാൻ പെർമനൻറ്റ് മാർക്കർ യൂസ് ചെയ്തിട്ട് തന്നെയാണ് വരയ്ക്കുന്നത്. സ്റ്റെംസും കുറച്ച് കൂടെ ബഡ്സും ഒക്കെ വരച്ചു കൊടുത്തിട്ട് നമുക്ക് പിക്ചർ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അത് കംപ്ലീറ്റ് ആയതിന് ശേഷം നമുക്കിനി ബ്ലാക്ക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഈ സ്റ്റെംസും ബഡ്സും ഒക്കെ ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഡിസൈന് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ 4 സൈഡ്സിലും ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് അടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ട്രേയുടെ പെയിൻറ്റിങ് മൊത്തം കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിന് 2 ഹാൻഡിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹാൻഡിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിൽ 2 ബെൽറ്റിൻ്റെ പീസാണ് എടുത്തിരിക്കുന്നത്. ഒരു പഴയ ബെൽറ്റ് ഉണ്ടായിരുന്നത് ഞാൻ അളവിൽ നോക്കിയിട്ട് മുറിച്ചെടുത്താണ്. ആ 2 ബെൽറ്റ് പീസ് നമുക്ക് 2 സൈഡിലായിട്ട് വെച്ച് കൊടുക്കാം. ഒന്നുകിൽ നമുക്ക് ആണി അടിച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് പശ വെച്ചിട്ട് ഒട്ടിക്കാം. ഞാനിപ്പോൾ ഇവിടെ ആണി അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ടേബിളിൽ വെച്ച് ചെയ്യാൻ പറ്റാത്തതിനെ കൊണ്ട് ഞാനിതപ്പോൾ 2 സൈഡും ആണി അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇങ്ങനെ കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ. ഇതിന് മുകളിൽ ഒരു ബൗളിൽ മണി പ്ലാന്റ് ഒക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കാണാം. അപ്പോൾ എല്ലാവരും അതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.